ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരുപാട് ആളുകളുടെ കയ്യിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. നല്ല നല്ല ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നല്ല ആശയങ്ങൾ തേടി നടക്കുന്നവരുണ്ട്. ഉള്ള ആശയങ്ങളെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാലോചിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും, ചെറുതായാലും വലുതായാലും, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും ഏത് പ്രൊജക്റ്റാണെങ്കിലും, ചെറുതായാലും വലുതായാലും, എന്തൊരു വിഷയമാണെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ബിസിനസ്സിന് തുടങ്ങാൻ വേണ്ട കാര്യങ്ങളും ആ ബിസിനസ്സിന് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ലുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ എന്ത് ബിസിനസ്സായാലും നമ്മൾ ഒരു ബിസിനസ് ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം മാർക്കറ്റിൽ ഒരു പഠനം നടത്തണം. മാർക്കറ്റിനെ അറിയണം, മാർക്കറ്റിൻ്റെ പൾസ് അറിയണം നമ്മൾ. സോ നമ്മളൊരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് പലരും നമുക്കറിയാം, നമ്മുടെ ചുറ്റും പല ആളുകളും ബിസിനസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന ബിസിനസ് കണ്ട് അതിനെ അനുകരിച്ചു കൊണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മോട്ടിവേഷൻ്റെ പുറത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാതെ, അതിനെക്കുറിച്ച് അറിയാതെ, അതിൻ്റെ മാർക്കറ്റിൽ അതിൻ്റെ പൾസ് അറിയാതെ നമ്മൾ എടുത്തു ചാടി നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും കൊണ്ടുപോയിട്ട് നമ്മൾ ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിലൊരു സക്സസ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ആശയത്തിന്, ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ മാർക്കറ്റിൽ എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ മുൻകാലങ്ങളിലെ ഗ്രാഫ് എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ആ ബിസിനസ്സിൻ്റെ സാധ്യത എത്രത്തോളം എത്തിയിട്ടുണ്ട്, ഇനി വരും വർഷങ്ങളിൽ വരും കാലങ്ങളിൽ അത് മുന്നോട്ടുള്ള അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഭാവി എന്താകും, അതിൻ്റെ സാധ്യത എത്രത്തോളം കിടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചും, ആ പ്രൊഡക്റ്റിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്, എവിടെയാണ് നമ്മൾ അതിനെ കൂടുതൽ സെല്ല് ചെയ്യേണ്ടത്, ഏത് തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, ആ കസ്റ്റമേഴ്സിനെ നമ്മൾ എവിടെയാണുള്ളത്, അതിൻ്റെ ഉപഭോക്താക്കൾ എന്നുള്ളതിനൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വളരെ വിശദമായിട്ട് സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൻ്റെ പൾസ് അറിയുന്നതാണ് ഒരു മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഏതൊരു ബിസിനസ്സിൻ്റെയും മുന്നേ, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കേണ്ട സംഭവമാണ് ഒരു മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ആ ബിസിനസ്സിനെ നമ്മൾ ഫൈനലി ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, എന്താണോ പ്രൊജക്റ്റ്, എന്താണോ നമ്മുടെ ബിസിനസ്, അതിന് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പ്ലാനിൽ എ ടു സെഡ് ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സെഡ് അതിലുണ്ടായിരിക്കണം. ഈവൻ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഒരു പേനയുടെ പോലും കണക്കും വിവരങ്ങളും അതിൻ്റെ എല്ലാം ഉണ്ടായിരിക്കണം. ദാറ്റ്സ് മീൻസ് ആ ബിസിനസ്സിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണോ ആ ബിസിനസ്സിന് നമുക്ക് വേണ്ടത്, അതിൻ്റെ എക്യുപ്മെൻസിനെ കുറിച്ച്, അതിൻ്റെ ലേബറിനെ കുറിച്ചിട്ട്, അതിൻ്റെ സാലറിനെ കുറിച്ചിട്ട്, അതിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ വരവ്, അതിൻ്റെ ലാഭം, അതിൻ്റെ എല്ലാം എ ടു സെഡ് ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക. മൂന്നാമതായിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിനാവശ്യമുള്ള എന്താണോ നമ്മുടെ പ്രൊജക്റ്റ്, എവിടെയാണോ നമ്മൾ തുടങ്ങുന്നത്, ചിലപ്പോൾ പഞ്ചായത്ത് പരിധിയിലാവാം, ചിലപ്പോൾ കോർപ്പറേഷൻ പരിധിയിലാവാം, മുനിസിപ്പാലിറ്റി പരിധിയിലാവാം, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആവാം, ബിയറേജ് ആവാം, അല്ലെങ്കിൽ വല്ല തുണിത്തരങ്ങളാവാം, പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. അതിൽ നമ്മളെന്താണോ ചൂസ് ചെയ്തിട്ടുള്ളത് അതിന് ആവശ്യമായിട്ടുള്ള
ലൈസൻസുകൾ എടുക്കുക എന്നുള്ളതാണ്. അത് പഞ്ചായത്ത് ലൈസൻസുകളും ഗവൺമെൻറ് അലോ ചെയ്യുന്ന എല്ലാ ലൈസൻസും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം നമുക്കറിയാം എല്ലാവരും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരുടെ അറ്റൻഷനും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ ജനങ്ങളിലേക്കും അതിൻ്റെ ഓഡിയൻസിലേക്കും അതിൻ്റെ കസ്റ്റമേഴ്സിലേക്കും അതിൻ്റേതല്ലാത്തതും അതിൻ്റേതായിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിലേക്കും എല്ലാ ആളുകളിലേക്കും ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് ഇതിനൊന്നും നമുക്ക് കഴിയില്ലെങ്കിൽ നമുക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുപയോഗിച്ചിട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അത് ചെയ്താലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഗുണമേന്മ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങി രണ്ടാമത്തെ പ്രാവശ്യം അവർക്കത് വാങ്ങാനുള്ള ടെൻഡൻസി 3-4 പ്രാവശ്യം പിന്നീട് അങ്ങോട്ട് അവർക്ക് ആവശ്യം വരുമ്പോൾ അതിനെ നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോംപ്രമൈസും ചെയ്യരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് അടിപൊളിയായിട്ട് നമ്മളതിനെ ക്വാളിറ്റിയോട് കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അതൊരു കലയാവട്ടെ ബിസിനസ്സാവട്ടെ മറ്റു എന്തെങ്കിലും കാര്യങ്ങളിലാണെങ്കിൽ പോലും നമുക്കൊരു സക്സസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിജയത്തിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ നമ്മളെ കഠിനാധ്വാനം നിർബന്ധമാണ്, ഹാർഡ് വർക്ക് നിർബന്ധമാണ്. ആ ഹാർഡ് വർക്ക് ആ എഫേർട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കറിയാം അതൊരു ട്രാക്കിലെത്തുന്നത് വരെ ആ ബിസിനസ്സിന് ഒരു ലൈനിൽ ഒരു ട്രാക്കിലേക്ക് കയറുന്നത് വരെ നമ്മളെ എഫേർട്ട് നിർബന്ധമായിട്ടും നമ്മളെ ഹാർഡ് വർക്ക് ആവശ്യമാണ് ആ ബിസിനസ്സിന്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മളതിൽ നമ്മുടേതായിട്ടുള്ള മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അതിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ഞാനും അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള ബിസിനസ് ഒരിക്കലും നമ്മളാരും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് ഒരു പക്ഷേ നമ്മളെ വലിയ ഒരു നഷ്ടത്തിലേക്ക് കൊണ്ട് ചാടിക്കും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.